ഇതെൻ്റെ അച്ഛനാണ്. 3 വർഷമായിട്ട് കിഡ്നി തകരാറിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കിഡ്നി മാറ്റി വെക്കണം, അതിന് ഒരുപാട് പണം വേണമെന്നാണ് പറഞ്ഞത്. ചേട്ടന്മാർ ചേച്ചിമാർ ഞങ്ങൾക്ക് പണം നിന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനല്ലാതെ വേറെ ആരുമില്ല. എൻ്റെ പേര് ലത. ഞങ്ങൾ അയ്മുറിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിന് കിഡ്നി സംബന്ധമായ അസുഖമാണ്. ഡയാലിസിസ് ചെയ്താണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ്. വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നല്ലവരായ നിങ്ങളുടെ കാരുണ്യം കൊണ്ട് വേണം ഇനി എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാനായിട്ട്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെയും എനിക്ക് എൻ്റെ ഭർത്താവിനെയും തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എല്ലാ കൂട്ടുകാരോടും നമസ്കാരമുണ്ട്. ജോഷി പൗരസംഗമല്ലാണ്. ഞാനിപ്പോൾ പെരുമ്പാവൂർ അയ്മുറി എന്നൊരു സ്ഥലത്ത് വന്നാണ്. രാജൻചേട്ടൻ്റെ കുടുംബത്തിൽ വന്നേക്കണേ. രാജൻചേട്ടൻ്റെ കിഡ്നി ഫെയിലറായിട്ട് 3 വർഷത്തോളമായി. ഇപ്പോൾ ഡയാലിസിസ് ചെയ്താണ് ഇപ്പോൾ രാജൻചേട്ടൻ്റെ ജീവൻ നിലനിൽക്കുന്നത്. കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കിഡ്നി മാറ്റി വയ്ക്കാനായിട്ട് നല്ലൊരു തുക വരുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. O പോസിറ്റീവ് കിഡ്നിയാണ് രാജൻചേട്ടന് ആവശ്യം. ആരെങ്കിലും O പോസിറ്റീവ് കിഡ്നി രാജൻചേട്ടന് കൊടുക്കുകയാണെങ്കിൽ രാജൻചേട്ടൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം 1 രൂപ പോലും ഈ കുടുംബത്തിന് പിടിക്കാനില്ല. അത്രയും കഷ്ടപ്പാടാണ് ഈ കുടുംബത്തിന്. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. 2 മക്കള്. ഈ രാജേട്ടന് ഇപ്പോൾ പണിക്ക് വരെ പോകാൻ സാധിക്കുന്നില്ല. ഒരു കിഡ്നി ഫെയിലറായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മിക്കവർക്കും അറിയേണ്ട ഒരു കേസാണ്. ഇപ്പോൾ ചേച്ചി അടുത്തുള്ള സ്ഥലത്ത് ജോലിക്കൊക്കെ പോയാണ് ഇവരിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടിയിട്ട്, ഇവിടെയുള്ള വാർഡ് മെമ്പർ കൂടിയിട്ട് ഈ ചേട്ടന് ചികിത്സയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഇവർ എടുത്തിട്ടുണ്ട്, ചികിത്സാ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നമ്മളെ പറ്റണത് ഒരു ചെറിയ തുകയായാലും വലുതായാലും 200 രൂപയെങ്കിലും കുറഞ്ഞത് ഈ ചേട്ടൻ്റെ രാജൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ഇവർക്ക് ഇവിടെ. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ ഇവരുടെ ഈ കുടുംബം തന്നെ രക്ഷപ്പെടും. 2 കുട്ടികളാണ്. ഈ കുട്ടികൾ വലുതാവണം. അതൊക്കെ ഈ രാജൻചേട്ടൻ്റെ ഒരു എന്താ പറയുക, ഇവർക്കിപ്പോൾ ഈ മുമ്പോട്ട് പോകാനായിട്ട് ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ ഈ കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. സഹായിക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. എൻ്റെ ഒരു അപേക്ഷയാണ്, ഇത് തള്ളിക്കളയരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പുകളും പേജിൽ ഷെയർ ചെയ്യുകയും നമ്മളൊരു പറ്റുന്ന സഹായം ഇവർക്ക് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഷെയർ ചെയ്തെങ്കിലും സഹായിക്കണം. അതും നിങ്ങൾക്ക് ദൈവത്തിന് വലിയൊരു അനുഗ്രഹമായിരിക്കും. സാമ്പത്തികമാണ് സഹായിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പഞ്ചായത്തിൽ 14-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലെ താമസക്കാരാണ് ഈ രാജൻചേട്ടൻ. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കുടുംബമാണ്. ചേട്ടനെ നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ തന്നെ നമ്മൾക്ക് ഒരു കൈ സഹായിക്കാൻ സാധിക്കും. ചേട്ടൻ്റെ 2 കിഡ്നിയും ഫെയിലറാണ്. ചേട്ടനിപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടാണ് ജീവിച്ചു പോരുന്നത്. 2 കുഞ്ഞു കുട്ടികളാണുള്ളത്. എല്ലാവരും സഹായിക്കണം.